സൂര്യൻ ഒരു നേർത്ത കൈത്തിരിയായി സാന്ദ്രസന്ധ്യ നിന്നിടനെഞ്ചിൽ ഒരു പാവം ദ്വാരക തേങ്ങി ഒരു ഹരിരാഗമായി ഒരു ജപസാരമായി എങ്ങോ പറയാതെ പോയി മായ കണ്ണൻ മേഘരാഗത്തിൽ. ചേച്ചി, ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് ചേച്ചിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറഞ്ഞു. പക്ഷേ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല. ഒരു തവണ എന്റെ കഴുത്തിൽ താലി വീണ് കഴിഞ്ഞാ പിന്നെ എന്റെ സ്വപ്നങ്ങളെല്ലാം വലിച്ചെറിഞ്ഞതുപോലെയാ. ഇവരൊരിക്കലും മനസ്സിലാക്കില്ല. ആ കല്യാണ ചെറുക്കൻ വിജയെങ്കിലും മനസ്സിലാക്കുമോ എന്തോ. പക്ഷേ ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്താലോ? അങ്ങനെ ചെയ്യാം. ഈ വീട്ടിലെ കടലാസ് മാത്രമല്ല, പെണ്ണുങ്ങളുടെ ജീവിതവും ചവറുകൂനയിൽ തന്നെയാ. വല്യമ്മ, എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് വരെ എനിക്ക് വിവാഹം വേണ്ട എന്ന് നിന്റെ ചേച്ചി ഗായത്രിയും നിന്നെ പോലെ തന്നെ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു ശിവാനി. പക്ഷേ എന്ത് സംഭവിച്ചാലും ആരും ഒന്നും മനസ്സിലാക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോ അവസാനം ഇതേപോലെ വരട്ടെ എന്ന് തീരുമാനിച്ചു. എന്റെ ജീവിതവും ചേച്ചിയുടെ ജീവിതം പോലെ ആയി പോവോന്ന് എനിക്ക് പേടിയാവുന്നു വല്യമ്മ. ഇന്നലെ വരെ നിന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വഴി ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. എപ്പോ കനകദുർഗ അമ്മായി ഇവിടെ എത്തിയോ ആ നിമിഷം തന്നെ നിന്നെ ഇനി ഏത് ഭഗവാൻ രക്ഷിക്കുമെന്ന ഭയമാണ് എനിക്ക് ഉണ്ടായത്. മുത്തശ്ശിയുടെ നിർബന്ധം കാരണല്ലേ ഗായത്രി ചേച്ചി കല്യാണം കഴിച്ചത് വല്യമ്മേ. അതെ, അന്ന് അവര് കുറച്ച് കരുണ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഗായത്രി ജീവനോടെ ഉണ്ടായേനെ. നീ ഇങ്ങനെ ഒന്നും സംസാരിക്കാതിരുന്ന വിവാഹത്തിനായിട്ട് വന്ന ബന്ധുക്കളൊക്കെ നിനക്കതിൽ ഇഷ്ടമല്ല എന്ന് കരുതും ഗായത്രി. അത് സത്യല്ലേ വല്യമ്മേ? ഒന്നും മിണ്ടാതിരിക്ക. കുറച്ചു നേരത്തിനുള്ളിൽ മുഹൂർത്ത. ആരെന്ത് വിചാരിച്ചാലും എന്താ വല്യമ്മേ, എന്റെ മനസ്സിലുള്ളത് വല്യമ്മയോട് തുറന്നു പറയാൻ കഴിയാത്തത് എന്റെ തെറ്റ് തന്നെയാ. ഇത്രയൊക്കെ ആയതിനു ശേഷം നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് പേടിയാവുന്നു മോളെ. എന്ന് വെച്ച് നമ്മൾ മിണ്ടാതിരുന്ന ചേച്ചിയെ ഈ നാട്ടിൽ തന്നെ പറഞ്ഞു വിടുന്നത് പോലെ ആവില്ലേ വല്യമ്മേ? അയ്യോ ചേച്ചി, മോളെ, ചേച്ചി, അയ്യോ ഗായത്രി,
ചേച്ചി ചേച്ചി മോളെ ഗായത്രി, മോളെ ഗായത്രി. മോളെ ചേച്ചി മോളെ ഗായത്രി, ഗായത്രി, മോളെ എന്ത് പറ്റും മോളെ? എഴുന്നേക്ക് മോളെ. ഗായത്രി, ചേച്ചി എന്താ പറ്റിയത്? അത് പിന്നെ മുത്തശ്ശി, ചേച്ചിക്ക് ഈ കല്യാണത്തിന് താല്പര്യമേ ഇല്ല. ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഗോവിന്ദരാജേ, 4 ദിവസം പട്ടിണി കിടന്നിട്ട് ഇപ്പൊ എന്താ പുതിയ നാടകം കളിക്കുവാണോ? വരദരാജ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ശ്വാസം ഇപ്പോഴും ഉണ്ട്. ശിവാനി, ആ വെള്ളം ഇങ്ങെടുത്തെ. നിക്കവിടെ. ഞാൻ മുഴുവൻ പറയുന്നതിന് മുമ്പ് നീ എന്തിനാ ഇടയിൽ കയറുന്നത്? വരദരാജ, ഒരു കാരണവശാലും ഈ വീടിന്റെ അന്തസ്സിന് ഭംഗം വരരുത്. ഇവൾ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഇവളുടെ കഴുത്തിൽ ചെക്കൻ താലി കെട്ടിയിരിക്കണം. എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, കല്യാണ പെണ്ണ് കാലത്ത് മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ക്ഷീണം കാരണം തല ചുറ്റി വീണതാണെന്ന് അങ്ങ് പറഞ്ഞേക്ക്. മുഹൂർത്ത സമയം തെറ്റിപ്പോകരുതെന്ന് നിർബന്ധിച്ച് പറയണം. ഇത് അന്യായല്ലേ മുത്തശ്ശി? അച്ഛാ, ചേച്ചിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് പോലും അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെ വിട്ടാ ചേച്ചി മരിച്ചു പോവും. ചാവട്ടെ. ഗായത്രിയുടെ ജീവൻ പോയാലും ശരി, ഈ കല്യാണം നടത്തും. അമ്മായി, ഇവള് കണ്ണു തുറക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്ക്. എന്നിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. എന്താ നോക്കി നിൽക്കുന്നത് വരദരാജ? ഇവരെ രണ്ടുപേരെയും മുറിയിലിട്ട് അടച്ചേക്ക്. ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷമേ ഇവർ പുറത്തിറങ്ങാവൂ. ഞാൻ പോയി ആരെങ്കിലും കൂട്ടിയിട്ട് വരാം. ഇരിക്കവിടെ. വരദാ, അവളെ എടുത്തോണ്ട് പോടാ. ചേച്ചി, ഗായത്രി, അന്ന് ഗായത്രി ചേച്ചിയുടെ കഴുത്തിൽ വീണത് താലിയല്ലായിരുന്നു വല്യമ്മേ. നീ എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ എന്ന് കരുതിയാ താലി കെട്ടിച്ചത്. ഇനി എന്റെ അവസ്ഥയും അങ്ങനെ തന്നെ ആകാൻ പോവുകയാണ്. ശിവാനി, കരയരുത് മോളെ, കരയരുത്. ഈ വിവാഹം നടക്കരുതെങ്കിൽ അവസാനത്തെ ശ്രമമായിട്ട് നീ ഒരു കാര്യം ചെയ്യണം. എന്താ വല്യമ്മേ? കത്ത് നീയല്ല എഴുതേണ്ടത്. നിന്റെ തലയിലെഴുത്ത് തന്നെ മാറ്റാൻ കഴിവുള്ള മറ്റൊരാൾ എഴുതണം. വല്യമ്മേ, ധൈര്യമായിട്ടിരിക്കും ശിവാനി. നിന്റെ വിവാഹം മുടക്കാൻ മരിക്കാനും ഞാൻ തയ്യാറാണ്.
ഞാൻ പോയി നോക്കിക്കോളാം. പക്ഷെ എന്റെ വേദന നിങ്ങളോട് പറയാതെ ഞാൻ മരിച്ചാലും സമാധാനം ഉണ്ടാവില്ല. ഈ വെള്ളം കുടിച്ചിട്ട് ടെൻഷൻ ആവാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാമായി. ഞങ്ങളുടെ വീട്ടിലെ വിവാഹം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മരണമെന്ന. ഗായത്രി എങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾക്കും അറിയാലോ. ഇപ്പൊ ശിവാനിക്കും സമയമായി. ശിവാനിക്കൊന്നും പറ്റിയില്ലല്ലോ. കരഞ്ഞുകൊണ്ടിരിക്കുക. നാളെയോ മറ്റന്നാളോ ആയിട്ട് അവളുടെ ആ കരച്ചിലും നിൽക്കും. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് കഴുത്ത് നീട്ടുന്നത് ആവശ്യമാണോ എന്ന് അവളെ ധൈര്യമായിട്ട് ചോദിക്കുന്നു. അപ്പൊ അവൾ എന്തെങ്കിലും ചെയ്തു കളയോന്ന് എനിക്ക് പേടിയാവുന്നു. അമ്മായിയുടെ ഭർത്താവ് ഒരു ദുഷ്ടനാ. ചെറിയ കുട്ടിയാണെങ്കിലും ഇവള് സത്യവും പറയുന്നത് ഗൗതം. അങ്ങനെ ഒരാളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ശ്മശാനത്തിൽ പോയി സമാധാനമായി കിടന്ന് ഉറങ്ങുന്നതാണെന്ന് തോന്നുന്നു. അമ്മായി, എൻ്റെ അമ്മയെ ഞാനിപ്പോൾ കാണുന്നത് എൻ്റെ അമ്മായിയുടെ ഈ കണ്ണുകളിലൂടെയാണ്. ഒരുപാട് നാളുകളായിട്ട് ആ കുടുംബവും ഈ കുടുംബവുമായിട്ട് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ അനുജത്തിമാരുടെ കല്യാണം നടക്കുമ്പോൾ എൻ്റെ അമ്മായി വന്ന് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ അമ്മായി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മായി ഇങ്ങനെ സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാവുന്നു. അമ്മായി ഞങ്ങളെ കാണാൻ വന്നാന്നാ വിചാരിച്ചത്. പക്ഷെ ഞങ്ങളെ കാണാതെ അമ്മായി ഇങ്ങനെ പോയാൽ എങ്ങനെയാ അമ്മായി? ശിവാനിയുടെ വിഷമം കാണാൻ വയ്യാതെ അമ്മായി എന്ത് തീരുമാനം എടുക്കുമെന്ന് ആലോചിക്കുമ്പോ പേടിയാവുന്നു. അമ്മായി, ഞാൻ എന്ത് ചെയ്താൽ അമ്മായിക്ക് സമാധാനം കിട്ടുമെന്ന് അമ്മായി പറ, ഞാനത് ചെയ്തോളാം. ഒന്നുമില്ല മോനെ, ഞാൻ പോയിട്ട് വരാം. ഇങ്ങനെ ഒന്നും പറയാതെ പോയാൽ ഞങ്ങളെ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. നിന്നെ കൊണ്ട് കത്തെഴുതിക്കാമെന്ന് കരുതിയാ വന്നത് ഗൗതം. അത് കണ്ടിട്ടെങ്കിലും നടന്ന നിശ്ചയത്തിന് യാതൊരു അർത്ഥവും ഇല്ലെന്ന് മനസ്സിലാക്കി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോ ഞാൻ കാരണം നിങ്ങളുടെ സമാധാനവും ഇല്ലാതാകുമോന്ന് എനിക്ക് തോന്നുന്നു. ശിവാനിയുടെ വിധി എന്താണോ അത് തന്നെയായിരിക്കും നടക്കുക.
പാവമല്ലേ ഏട്ടാ? ശിവാനിയെ രക്ഷിക്കാൻ ഇനി ഒരു വഴിയും ഇല്ലേ ഏട്ടാ? എന്റെ അതേ പ്രായമാണെങ്കിലും എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ട് എനിക്ക് ഭാര്യ തന്നിട്ടുണ്ട്. ശിവാനി എന്ന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ശിവാനി നമുക്ക് അമ്മ തന്നെയല്ലേ? അമ്മേ, ഗായത്രിയുടെ കല്യാണത്തിന് ക്ഷണപത്രിക അടിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. എന്നാൽ ശിവാനിയുടെ ക്ഷണപത്രിക എങ്ങനെയുണ്ടെന്ന് നോക്ക്. കുമാരി, ലക്ഷ്മി, സൗഭാഗ്യവതി, ശിവാനി, എങ്ങനെയുള്ള പേരായിരുന്നാലും കല്യാണ പെണ്ണാകുമ്പോ നല്ല ഐശ്വര്യം ഉണ്ടാകും. ഏട്ടാ, ചെറുക്കന്റെ വീട്ടുകാർ വന്നിരിക്കുന്നു. ആ, വരൂ ആനന്ദരാജ്, ഇരിക്കൂ. ശരിയാ ശരിയാ, ബന്ധുക്കൾ തന്നെയാ. പക്ഷെ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എന്താ ഉണ്ടായേ? ഞങ്ങൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടറിയുന്നതായിരിക്കും നല്ലത്. അങ്കിൾ ഈ ലെറ്റർ ഒന്ന് വായിച്ചു നോക്ക്. എന്താ ഏട്ടാ അത്? ഗീതേ, എന്താ ഇത്? എനിക്ക് അപ്പോഴേ തോന്നി നിന്റെ ഭാര്യയെ വിളിച്ചാൽ ഗോവിന്ദന്റെ മകളും വരുമെന്നറിയായിരുന്നു. ആരോടാണ് ദേഷ്യം? ഈ പാപം ചെയ്തതാരോ അവരോട്. ഇതിലെന്താ എഴുതിയിരിക്കുന്നെന്ന് നോക്ക് ദേവാ. ഈ കല്യാണത്തിന് ശിവാനിക്ക് ഇഷ്ടമല്ലെന്ന്. അവളെ നിർബന്ധിച്ചാണ് വിജയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇക്കാര്യം നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞില്ലല്ലോ. പോട്ടെ, നിശ്ചയത്തിനെങ്കിലും പറയാമായിരുന്നല്ലോ. ഞങ്ങളുടെ ബന്ധുക്കളോടൊക്കെ ഈ സംബന്ധത്തെക്കുറിച്ച് വലിയ ഗമയിലാ പറഞ്ഞു വെച്ചിരിക്കുന്നേ. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞങ്ങളുടെ മാനം നിങ്ങൾ കളഞ്ഞില്ലേ? അങ്കിളിന്റെ മകൾ നിശ്ചയ ദിവസം എന്തൊക്കെ കാണിച്ചാലും അങ്കിളിനെ ഒരാളെ ഓർത്താ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നീ അന്നങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്നിവരെ നിന്നൊരു മണ്ടനാക്കാൻ നോക്കുകയാണടാ. ഒരു 10 മിനിറ്റ് എനിക്ക് സമയം തരൂ. അതിനുള്ളിൽ എന്താ സംഭവിച്ചതെന്നും മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ആനന്ദരാജ്. എന്താടി, നീയും നിന്റെ ചേച്ചി ചെയ്തതുപോലെ ചെയ്യാമെന്ന് കരുതി എഴുതിയതാണോ? ഞാനല്ല എഴുതിയത് മുത്തശ്ശി. പിന്നെ വേറെ ആരാ ഇത് എഴുതിയത്? പ്രോമിസ് ഏട്ടാ, ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ. ഇതിന്റെ പിന്നിൽ നീയാണോ ഗീതേ? വല്യമ്മ ഇങ്ങനെയൊന്നും ചെയ്യില്ല വല്യച്ഛ. അങ്ങനെയെങ്കിൽ ഇത് നീ ചെയ്തതായിരിക്കും. എന്റെ തലയിൽ കൈവച്ച്
സത്യം ചെയ്ത് പറയാ മുത്തശ്ശി. ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിക്കച്ചാ, ഇങ്ങനെ ചോദിച്ചാലും കള്ളനെ പറയും. കാരണം പേടി കാരണം അവർ പറയില്ല. അതുകൊണ്ട് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാരും കൊണ്ട് എഴുതിച്ചാൽ ശരിക്കും ഇതാരാ എഴുതിയെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും.